Hi dears, welcome back to today's third standard maths worksheet. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ആക്ടിവിറ്റി മേരീസ് UP സ്കൂൾ. In the school, 201 students were studying in the first standard. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? 201. 14 students less than the first standard is in the second standard. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ 14 സ്റ്റുഡൻസ് കുറവ് അല്ലെ? 14 സ്റ്റുഡൻസ് ലെസ് ദാൻ ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. 186 students in the third standard and in the fourth standard. Okay, 186 students in the third standard. Third standardൽ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? 186 students. Fourth standardൽ 18 students more than the number of students in the third standard. Third standardനേക്കാൾ 18 കുട്ടികൾ കൂടുതലാണ് പഠിക്കുന്നത്. Fifth standardലോ 195 students study in the fifth standard. Fifth standardൽ 195 students പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് which class has the most students? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണ്? Find the total number of students in the LP section. അപ്പോൾ ക്ലാസ് വിത്ത് മോർ സ്റ്റുഡൻസ്, ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഏത് ക്ലാസ്സിലാണ്? ഫോർത്ത് സ്റ്റാൻഡേർഡിൽ അല്ലെ? ക്ലാസ് 4ലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത്. എത്രയാണ്? 204. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ LP സെക്ഷൻ. LP സെക്ഷനിൽ ഏറ്റവും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 201 plus 187 plus 186 plus 204 plus 195 എല്ലാം കൂടി കൂട്ടിയപ്പോൾ എത്രയാ കിട്ടുന്നത്? കൂട്ടി നോക്കാം കേട്ടോ. 973 സ്റ്റുഡൻസ് ആണ് ആകെ ULP സ്കൂളിൽ പഠിക്കുന്നത്, LP സെക്ഷനിൽ പഠിക്കുന്നത്. അടുത്തത് among the 213 students in the 6th standard, 114 were girls. 7th standard has 19 students more than the 6th standard. Number of boys and girls are equal in the 7th standard. 8th standard has 37 students less than the 7th standard. There are 105 boys and 8 in the 8th standard. Okay, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 6th standardൽ എത്ര കുട്ടികളാണുള്ളത്? 213 സ്റ്റുഡൻസ്. അതിൽ 114 ഗേൾസ് ആണ്. അപ്പൊ എത്ര ബോയ്സ് ഉണ്ടാവും? 213 മൈനസ് 114. എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 99 ബോയ്സ് ആണ് 6th സ്റ്റാൻഡേർഡിൽ ഉള്ളത്. അടുത്ത നോക്കൂ, 7th സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? 19 സ്റ്റുഡൻസ് മോർ ദാൻ ദ 6th സ്റ്റാൻഡേർഡ്. 6th സ്റ്റാൻഡേർഡിനേക്കാൾ എത്ര കൂടുതലുണ്ട്? 19 സ്റ്റുഡൻസ് മോർ ദാൻ അല്ലെ? അപ്പോൾ 213 പ്ലസ് 19 എത്രയാണ്? 9 പ്ലസ് 3 12. അപ്പോൾ 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. 232 സോറി, ഇവിടെ എല്ലാം എഴുതേണ്ടിയിരുന്നു കേട്ടോ, സോറി. അപ്പൊ നമുക്ക് നോക്കാം എത്ര കുട്ടികളാണ് പഠിക്കുന്നത്. 213 പ്ലസ് 19 232. ഇവിടെ കൊടുത്തിട്ടുള്ളത് 7th സ്റ്റാൻഡേർഡിൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്പർ ഈക്വൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഈക്വൽ എന്ന് പറയുമ്പോൾ 232നെ പകുതിയാക്കണം അല്ലേ? അപ്പൊ എത്രയാണ്? 116 അല്ലെ? 116 ബോയ്സും അതുപോലെ തന്നെ 116 ഗേൾസും. ടോട്ടൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്പർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 8th സ്റ്റാൻഡേർഡ് നോക്കാം. 8th സ്റ്റാൻഡേർഡ് ഹാസ് 37 സ്റ്റുഡൻസ് ലെസ് ദാൻ ദ 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡിനേക്കാൾ എത്ര കുട്ടികൾ കുറവാന്നാ പറഞ്ഞത്? 37 സ്റ്റുഡൻസ് അല്ലെ? അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ട്? 232 അല്ലെ? 232.
മൈനസ് 37 എത്രയാണെന്ന് നോക്കാം. എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാ, മൈനസ് ചെയ്ത് നോക്കാം കേട്ടോ. 195 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് 105 ബോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഗേൾസ് എത്രയായിരിക്കും? 195 മൈനസ് 105. അപ്പൊ എത്രയാണ്? 90. 90 അല്ലെ, 90. ഇനി നമുക്ക് നോക്കാം നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് ടോട്ടൽ. ഈ ഒരു UP സെക്ഷനിൽ ടോട്ടൽ ബോയ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, 99ഉം 116ഉം 105ഉം എല്ലാം കൂടി കൂട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കുക. ആഡ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. 320 ആണ് കിട്ടുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ശരിയാണോ നോക്കിയതിന് ശേഷം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസ് എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 114 പ്ലസ് 116 പ്ലസ് 90 എത്രയാണെന്ന് കൂട്ടി നോക്കുക. അപ്പൊ അതും എത്രയാണ് വരുന്നത്? ആഡ് ചെയ്ത് നോക്കിയപ്പോ 320 തന്നെയാണ് കിട്ടിയത് അല്ലെ. അപ്പോ ഗേൾസ് ഓർ ബോയ്സ് ആർ മോർ ഇൻ ദ UP സെക്ഷൻ. ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ? രണ്ടും സെയിം ആണ് അല്ലെ. അടുത്ത നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ UP സെക്ഷൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 640 അല്ലെ, 640. ഓക്കെ, അപ്പൊ ഈ ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എത്രയാണുള്ളത്? 213. 7th സ്റ്റാൻഡേർഡ് 232. 8th സ്റ്റാൻഡേർഡിൽ 195. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം എ നമ്പർ പ്ലേ. ഒരു നമ്പർ പ്ലേ നമുക്ക് കളിക്കാം. തിങ്ക് ഓഫ് എ നമ്പർ ലെസ് ദാൻ 7. 7നേക്കാൾ കുറഞ്ഞ ഒരു നമ്പർ നമുക്കൊന്ന് മനസ്സിൽ വിചാരിക്കാം. എത്രയാണ് വിചാരിക്കുന്നത്? 6. ഓക്കെ, ഞാൻ 6 വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ചെയ്യാം. മൾട്ടിപ്ലൈ ദ നമ്പർ ബൈ 3. എത്രയാണ് വരുന്നത്? 6 into 3 18. Subtract 1 from the result. 18 minus 1 17. Again subtract 1. എത്രയാ വരുന്നത്? 16. ഇനി ഈ 3 നമ്പേഴ്സും ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്താ വരിക? 8 plus 6 14. 14 plus 7 21 അല്ലേ. അപ്പോൾ 2 plus 1 3 3 plus 1 4 4 plus 1 5 51. ഇനി find the sum of the digits in the answer. ആൻസർ എത്രയാണ് വന്നിട്ടുള്ളത്? 51 അല്ലേ. അപ്പോൾ 1 plus 5 plus 1 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 5ഉം 1ഉം ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. 5 plus 1 എത്രയാണ് വരുന്നത്? എത്രയാണ്? 6 അല്ലേ. 6 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ വീണ്ടും വേറെ നമ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ആൻസർ കിട്ടും. എങ്ങനെയാണ് ഇത് ഈ ഒരു ഗെയിം കളിക്കുക എന്നുള്ള, എന്താണ് ഇതിന്റെ ഉള്ളിലത്തെ ട്രിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ പാറ്റേൺ. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 4 6. അടുത്ത ഏതായിരിക്കും വരിക? 8 10 12 അല്ലേ. 10 plus 2 2 വെച്ചിട്ടാണ് കൂട്ടി വരുന്നത്. അടുത്തത് 3 6 9 12. പിന്നെ ഏതാണ്? 15 18. അടുത്തത് 4 8 12 16 20 24 അല്ലേ. 24. അടുത്തതോ 5 10 15 20 25 30 അല്ലേ. 30. അപ്പോൾ 5 5 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് വരുന്നത്. അടുത്തത് നോക്കാം 6 12 18. അടുത്ത ഏതാണ്? 24 അല്ലേ. 24 30 പിന്നെ 36. ഓക്കെ, 36 വരും. ഇങ്ങനെയാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
അടുത്ത ആക്ടിവിറ്റി അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഇതിൽ കംപ്ലീറ്റ് ദ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ, ഇവിടെ 3 4 മേക്സ് 12. അതെങ്ങനെ നമ്മൾ എഴുതുക? 3 4 എന്ന് പറയുമ്പോൾ 3 4കൾ അല്ലേ? 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 ഈക്വൽ ടു 12. അപ്പൊ എങ്ങനെ എഴുതും? 3 into 4 ഈക്വൽ ടു 12. അടുത്തത് 4 into 3 ഈക്വൽ ടു 12 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതുക? 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 അല്ലേ? 4 മൂന്നുകൾ. അപ്പോൾ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 ഈക്വൽ ടു 12. 4 3s makes 12. 4 into 3 ഈക്വൽ ടു 12. അടുത്ത നോക്കാം, 6 പ്ലസ് 6 ഈക്വൽ ടു 12. എങ്ങനെയാണ്? 2 6 makes 12. 2 6 makes 12 എന്ന് പറയുമ്പോൾ 2 into 6 ഈക്വൽ ടു 12. അടുത്തത് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 അല്ലെ? 6 2s. 6 2s makes 12 എന്ന് പറയുമ്പോൾ 6 2കൾ 12 ആയി മാറും അല്ലെ? 6 2s makes 12. 6 into 2 ഈക്വൽ ടു 12. ഓക്കെ, അടുത്ത നോക്കാം. സജു bought 5 pens each cost 10 rupees. How many 5 rupee notes should he give to the shopkeeper? 5 pens എന്ന് പറയുമ്പോൾ 10 into 5 എത്രയാണ് വരുന്നത്? 50. 10 into 5 equal to 50 ആണ് അല്ലേ? 10 into 5 equal to 50. How many 5 rupee notes should he give to the shopkeeper? ഷോപ്കീപ്പറിന് എത്ര 5 rupee നോട്ട് ആയിരിക്കും കൊടുക്കേണ്ടത്? 10 5 rupees അല്ലേ? 10 5 rupees. If it is 10 rupee note, 10 rupee notes ആയിരുന്നെങ്കിലോ എത്ര നോട്ട് കൊടുക്കേണ്ടി വരും? 5 10 rupee നോട്ട്. 5 rupee നോട്ട് ആണെങ്കിൽ 5 into 10 അല്ലേ? 10 rupee നോട്ട് ആണെങ്കിലോ 10 into 5. അപ്പൊ 10 5 rupee നോട്ട്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ എല്ലാവരും ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.